നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പാലക്കാട് നിന്നും മലമ്പുഴയിലേക്ക് വരുമ്പോൾ കടുക്കാംകുന്നം റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞ് ഇറങ്ങിയതും ഇടത്തെ സൈഡിൽ കാണുന്നതാണ് റംലയുടെ പിൻസ് ബേക്കറി. അതുപോലെ മലമ്പുഴയിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ മന്തക്കാട് കഴിഞ്ഞ് കോപ്പറേറ്റീവ് ബാങ്ക് കഴിഞ്ഞ ഉടനെ വലത്തെ സൈഡിൽ, അതായത് കടുക്കാംകുന്നം മേൽപ്പാലം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് വലത്തെ സൈഡിൽ കാണുന്നതാണ് റംലയുടെ ബിൻസ് ബേക്കറി. തികച്ചും വ്യത്യസ്തമായ ഒരു ബേക്കറിയാണ് ഇത് നമുക്ക് അവരെ പരിചയപ്പെട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. വളരെ നല്ല രീതിയിൽ ഒരു വർഷമായി നടക്കുന്ന ബേക്കറിയാണ്. വളരെ ഹൈജീനിക്കായി വൃത്തിയോടും വെടുപ്പോടും കൂടി നടത്തുന്ന ഒരു ബേക്കറിയാണ് ഇത്. നമുക്ക് കാണാം. റംല കേക്ക് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഈ വർഷത്തെ ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷിക്കാൻ ഒട്ടേറെ പേർ ഓർഡർ നൽകിയിട്ടുണ്ട്. ആ ഓർഡർ അനുസരിച്ച് കേക്കുകൾ നൽകാനുള്ള തിരക്കിലാണ് റംല. വളരെ ഹൈജീനിക്കായി നല്ല രീതിയിൽ വൃത്തിയോടും വെടുപ്പോടും കൂടിയാണ് താൻ കേക്ക് നിർമ്മിക്കുന്നതെന്ന് റംല പറയുന്നു. തൻ്റെ മക്കൾക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കുന്നു അതേ വൃത്തിയിലും അതേ സൂക്ഷ്മതയോടും കൂടിയാണ് താൻ കേക്ക് നിർമ്മിച്ച് നൽകുന്നത്. അധികം കളറുകളോ കെമിക്കലുകളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റംലയുടെ കേക്കിന് ഒട്ടനവധി പേർ ഓർഡർ നൽകിയിട്ടുണ്ട്. പള്ളികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഒത്തിരി പ്ലം കേക്കുകൾക്കാണ് റംലയ്ക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത്. അത് ഈ കേക്കിൻ്റെ രുചിയും ഗുണവും തന്നെയാണെന്ന് റംല വിശ്വസിക്കുന്നു. ഈ വർഷത്തെ കേക്ക് റംലയുടെ ബേക്കറിയിൽ നിന്നും, ബിൻസ് ബേക്കറിയിൽ നിന്നും വാങ്ങാവുന്നതാണ്. നമുക്ക് വാങ്ങി പരീക്ഷിക്കാം. വളരെ രുചികരവും താരതമ്യേന വില കുറവുമുള്ള വളരെ നല്ല കേക്ക് റംലയുടെ ബിൻസ് ബേക്കറിയിൽ നിന്നും മേടിക്കാം. നമുക്ക് റംലയെ പരിചയപ്പെടാം. ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയാൽ കേക്കില്ലാതെ എന്താ ആഘോഷം? അപ്പോൾ കേക്കിൻ്റെ ഫസ്റ്റ് ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. ക്രിസ്മസിന് പ്ലം കേക്കുകൾ, വെറൈറ്റി ആയിട്ടുള്ള പ്ലം കേക്കുകൾ, കുറേ നട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പ്ലം കേക്കാണ് ഫസ്റ്റ് തുടങ്ങാൻ പോണത്. അതിനോടൊപ്പം ക്രീം കേക്കും ട്രെൻഡാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ക്രീം കേക്ക് ഏത് ടൈപ്പിലും ഉണ്ടാക്കുന്നുണ്ട്. ഓർഡറുകൾ കിട്ടിയാൽ അതിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും. ഷോപ്പിൽ വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ്, റെഡ് വെൽവെറ്റ്, ട്രഫിൾ കേക്കുകൾ, പിന്നെ ചോക്ലേറ്റ് കേക്കുകൾ, അങ്ങനെയുള്ള ഐറ്റംസാണ് സാധാരണ വെക്കൽ. പിന്നെ എന്താണ്, കസ്റ്റമേഴ്സിൻ്റെ ഓർഡറുകൾ അനുസരിച്ച് നമ്മൾ ബർത്ത്ഡേ കേക്ക്, സെലിബ്രേഷൻ ഏത് സെലിബ്രേഷൻ ആണെങ്കിലും അതിനനുസരിച്ച് മം ടു ബി, ബ്രൈഡ് ടു ബി, പിന്നെ വെഡ്ഡിങ്ങിൻ്റെ, പിന്നെ ആനിവേഴ്സറി കേക്കുകൾ ഒക്കെ ഓർഡറിനനുസരിച്ചിട്ട് അതുപോലെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ നമ്മളിവിടെ ഒരു സൂപ്പർമാൻ്റെ കേക്ക് കണ്ടു, അല്ല സൂപ്പർമാൻ കേക്ക്. അപ്പൊ ഇതുപോലെ നമുക്ക് ഏതെല്ലാം വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റും? ബസ് ഡ്രൈവർമാർക്ക് സ്റ്റീലിന് വെച്ചിട്ട് നമുക്ക് കുറെ അങ്ങനെ ഓർഡറുകൾ വരലുണ്ട്. സ്റ്റിയറിംഗ് കേക്കുകൾ, പിന്നെ ഫിഷിന്റെ തീം വെച്ചിട്ട്, സീന്റെ തീം, പിന്നെ ഡോളുകൾ, അങ്ങനെ കുട്ടികൾ അധികം വരുന്നത് ഫുട്ബോളിന്റെ തീം, അങ്ങനെ ഓരോ തീമുകൾ വെച്ചിട്ട് ഒരു പറയും, അതിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഓർഡർ തന്നാൽ ഏത് തരത്തിലും ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. അത് എത്ര ദിവസം മുമ്പ് ഓർഡർ കിട്ടണം? ഒരു 2-3 ദിവസമെങ്കിലും, 3 ദിവസം മുതലും ഓർഡർ കിട്ടിയാലാണ് തീം കേക്കുകൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത കേക്ക് രാവിലെ വന്ന് വൈകിട്ട് വേണം പറഞ്ഞാൽ അതിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും. അല്ലെ തലേ ദിവസം ഓർഡർ തന്നാലും മതി. ഉണ്ടാക്കാനൊരു അരമണിക്കൂറിൻ്റെ കാര്യമുള്ളൂ. പിന്നെ ഓരോ ഇതിനനുസരിച്ചിട്ട് തീമുകൾ അനുസരിച്ച് അത് പ്രിപ്പറേഷൻ ഉണ്ടാവും. അപ്പം നമുക്ക് 2-3 ദിവസം മുമ്പ് കിട്ടിയാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ക്രിസ്മസ് വരെയാണല്ലോ, ഇപ്പൊ പള്ളികളിലൊക്കെ
പള്ളിയിലത്തെ ഭക്തർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കേക്കുകളൊക്കെ ഓർഡർ കിട്ടിയാൽ എടുക്കും? ഓ, നമുക്ക് കഴിഞ്ഞ വർഷം ഇതിപ്പോ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു. നമ്മള് കഴിഞ്ഞ വർഷം ധാരാളം ഓർഡറുകൾ വന്നിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ നിന്ന് പ്ലം കേക്കുകൾ പീസാക്കി കൊടുക്കാൻ വേണ്ടിണ്ടായിരുന്നു, അങ്ങനത്തെ ഓർഡറുകൾ. പിന്നെ ബൾക്കുകൾ 5 കിലോന്റെ 6 കിലോന്റെ ഒക്കെ കേക്കുകൾ കിട്ടലുണ്ട്, നമ്മൾ ചെയ്ത് കൊടുക്കലുണ്ട് ബൾക്ക് ആയിട്ടുള്ളത്. ഇനിയിപ്പോ ക്രിസ്മസ് പ്രമാണിച്ച് അല്ലെങ്കിൽ ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് പല സ്ഥാപനങ്ങളും അവരുടെ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്നുണ്ട്, കേക്കുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ബൾക്ക് ഓർഡർ എടുക്കാവുന്നതാണ് അല്ലേ? ഓ, അങ്ങനെ എടുക്കാം. നമ്മള് എന്താണ് 1/2 കിലോന്റെ 1 കിലോന്റെ ഒക്കെ ഓരോ ബൾക്കുകൾ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പ്ലം കേക്കുകളാണെങ്കിലും അതെ, ഇത് ക്രീം കേക്കുകളാണെങ്കിലും അതെ, നമ്മളിവിടെ ബൾക്ക് ഓർഡറുകൾ സ്വീകരിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മളിവിടെ കേക്കുകളൊക്കെ ഉണ്ടാക്കുന്നത് അധികം എന്താണ് പ്രിസർവേറ്റീവ്സ് ഒന്നും അധികം ചേർക്കുന്നില്ല. പിന്നെ എന്താ പറയുക, ക്രീമുകളാണെങ്കിലും അതെ, ചോക്ലേറ്റ്സ് ആണെങ്കിലും അതെ, നമ്മൾ സിറപ്പൊന്നല്ല ഉപയോഗിക്കുന്നത്, റെഡിമെയ്ഡ് സിറപ്പൊന്നുമല്ല. നമ്മൾ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്ത് അങ്ങനെയാണ് ഇവിടെ ഹോം മെയ്ഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ ലെവലിലാണ് ഇവിടെ കേക്കുകൾ ഉണ്ടാക്കുന്നത്. പുറമേന്ന് ഇതിൽ ലാഭമായിട്ട് 1 എടുത്ത 2 അങ്ങനെയൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. നമുക്ക് നമ്മളുടെ ഇതിൽ ഹൈജീനിക്കായി നല്ല വൃത്തി കൊടുക്കണേ, അതേപോലെ അധികം പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാണ്ട് കുട്ടികളിലെയാണ് നമ്മൾ മെയിനായിട്ട് കേക്ക് പറഞ്ഞാൽ കുട്ടികൾക്കാണ് അധികം താല്പര്യം. അപ്പൊ അവർക്ക് അധികം കളറൊന്നും ഇല്ലാണ്ട്, പിന്നെ കളർ ചോദിക്കുന്നവരുണ്ട്, അവർക്ക് അങ്ങനെ അതിന്റെ ആ ഓർഡറിൽ അങ്ങനെ കൊടുക്കും ചെയ്യും. അത് മിക്കവാറും ഇവിടെ കേക്കുകൾ ഉണ്ടാക്കുന്നത് അധികം കളറൊന്നും ചേർക്കാണ്ട് ഹെൽത്തി ആയിട്ട് മക്കൾക്ക് കഴിക്കാൻ ആരോഗ്യപരമായി കഴിക്കാവുന്ന ലെവലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് ഞാൻ എൻ്റെ മക്കൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും അതേപോലെയാണ് ഞാൻ ഇവിടെ പ്രിസർവ് ചെയ്യുന്നത് എല്ലാവർക്കും.